ഇത് ആകാംക്ഷയ്ക്ക് വിരാമമാകാൻ പോവുകയാണ്. കഴിഞ്ഞ 10 ദിവസമായി എല്ലാവരും ഉയർത്തുന്ന ചോദ്യം, ആരാണ് ഇനി കേരളത്തെ നയിക്കാൻ പോകുന്നത്, ആരാണ് കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രിയാകാൻ പോകുന്നത് എന്ന ചോദ്യമാണ്. അതിനിടയിൽ തന്നെ പല തർക്കങ്ങൾ, നാടകീയമായ രംഗങ്ങൾ, അതിനിടയിൽ തന്നെ തെരുവിലിറങ്ങിയുള്ള പ്രകടനങ്ങൾ, ഇതൊക്കെ നമ്മൾ കണ്ടു. അതിനൊക്കെ ശേഷം ഇതാ ഹൈക്കമാൻഡ് ഒരു പേരിലേക്ക് എത്തിയിരിക്കുകയാണ്. ആ പേരുമായി ദീപാദാസ് മുൻഷി എത്തുകയാണ്. അത് ഇന്ന് നിയമസഭാ കക്ഷി യോഗത്തിൽ അത് സംബന്ധിച്ച് ഔദ്യോഗികമായി തന്നെ പ്രഖ്യാപനം വരാൻ പോവുകയാണ്. എല്ലാവരും കാത്തിരിക്കുകയാണ് 3 പേരിൽ നിന്ന് ആരെയാണ് ഹൈക്കമാൻഡ് തിരഞ്ഞെടുത്തത് എന്നറിയാൻ. നാട്ടിൽ മുഴുവൻ അത് സംബന്ധിച്ച് ചർച്ചയുമാണ്. അതെ, ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ കോട്ടയത്തും അതുപോലെ ആലപ്പുഴയിൽ നിന്നും പ്രതികരണങ്ങളൊക്കെ കേട്ടു. അപ്പോൾ നമുക്കിനി കൊല്ലത്തേക്കൊന്ന് പോകാം. കൊല്ലത്ത് നിന്ന് AV ജയശങ്കർ ചേരുന്നുണ്ട്. കൊല്ലം ബീച്ച് പരിസരത്ത് നിന്നാണ് ജയശങ്കർ ചേരുന്നത്. ഗുഡ് മോർണിംഗ് ജയശങ്കർ. എന്തായാലും ചർച്ച ഇത് തന്നെയാണ്, നാട്ടിൽ മൊത്തം മുഖ്യമന്ത്രി ആര് എന്ന ചോദ്യം. ഇന്നിപ്പോൾ എന്തായാലും ആ 3 പേരിൽ ഒരാളിലേക്ക് എത്തുകയാണ്. നാട്ടുകാർക്ക് എന്താണ് പറയാനുള്ളത് കൊല്ലത്ത്? അതായത് എങ്ങും ഈ മുഖ്യമന്ത്രി ചർച്ച മാത്രമാണ്. ഇപ്പോൾ വീട്ടിൽ നിന്ന് അമ്മ വിളിക്കുമ്പോൾ പോലും ചോദിക്കുന്നത് ഇന്നെങ്കിലും നിങ്ങളുടെ മുഖ്യമന്ത്രി ഉണ്ടാവുമോ, ഇന്നെങ്കിലും പ്രഖ്യാപനം വരുമോ എന്നൊക്കെയാണ് അമ്മ ചോദിക്കുന്നത്. അപ്പോൾ നാട്ടുകാരും അതേ ചർച്ചയിലൊക്കെ തന്നെയാണ്. രാവിലെ മുതൽ വന്നപ്പോൾ ആളുകളൊക്കെ മുഖ്യമന്ത്രി ചർച്ചയും അതുമായി ബന്ധപ്പെട്ട വൈബിലാണ്. ചേട്ടാ, ആരാവണം മുഖ്യമന്ത്രി? VD സതീശൻ മുഖ്യമന്ത്രിയായി കാണണമെന്നാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. ഒറ്റ പേരേ ഉള്ളൂ, VDS നയിക്കട്ടെ, വേറെ പേരേ ഇല്ല. ചേട്ടാ, എന്താ ആരാവണം? VD സതീശനാണ്. അത് ഇത്രയും പെട്ടെന്ന് ആവണമെന്നുള്ള, ഇത്രയും ഒരുപാട് താമസിച്ചു പോയി, ഇത്രയും പെട്ടെന്ന് ആവണമെന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. പുള്ളിയാണ് അർഹൻ. അത് തീർച്ചയായിട്ടും ജനഹിതം അങ്ങനെ തന്നെയാണ്. ചേട്ടാ, എന്താ തോന്നുന്നത്? ആരാണെങ്കിലും ഡിക്ലെയർ ചെയ്യണം. ഡിലേ ആക്കാതിരിക്കുന്നതല്ലോ. 12 ദിവസമല്ലേ കാത്തിരിക്കും? 12 ദിവസമായിട്ട് നോക്കി മുഖ്യമന്ത്രിയായി ഇത്രയും വലിയ കാത്തിരിപ്പൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. അതിന്റെ ആവശ്യമില്ല. ആരാണെങ്കിലും ഉടനെ ഡിക്ലെയർ ചെയ്യണം. ചേട്ടാ, എന്താ? ഞാനൊരു ഇടതുപക്ഷക്കാരനാണ്. പക്ഷേ നമുക്ക് ജനം തിരഞ്ഞെടുത്തവരാണ്. പക്ഷെ അവർ ആര് വന്നാലും എൻ്റെ മുഖ്യമന്ത്രിയാണ്. എൻ്റെ മുഖ്യമന്ത്രി ഉടൻ വേണം. ഉടൻ വേണം. അതാണ്. കാലതാമസം ഉണ്ടായത് ഒരു ഇതായോ? വളരെ മോശമാണത്. ജനങ്ങളുടെ ഇടയിൽ മോശമായ അഭിപ്രായങ്ങൾ വന്നു കഴിഞ്ഞു. ആ ജയിച്ചതിൻ്റെ ഒരു തിളക്കം പോയി. അതാണ് ആളുകൾ പറയുന്നത്. ജയിച്ചതിൻ്റെ ഒരു തിളക്കത്തേക്ക് ബാധിക്കും. ഇടതുപക്ഷക്കാർ പോലും ഞങ്ങൾക്ക് ഞങ്ങളുടെ മുഖ്യമന്ത്രി വേണമെന്നാണ് പറയുന്നത്. ചേട്ടാ, എന്താ? എന്നെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ VD സതീശനാണ് ക്ലെയിം ഉള്ളത്. അദ്ദേഹമായിരുന്നു മുന്നണി പ്രതിപക്ഷ നേതാവായിട്ട് ഈ ഇലക്ഷനെ മുന്നിട്ട് നയിച്ചതും. അതുകൊണ്ട് അദ്ദേഹത്തിനാണ് ക്ലെയിം ഉള്ളത്. ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുന്നത് വളരെ മോശമായ കാര്യം തന്നെയാണ്. ആരെങ്കിലും ഒരാളെ ഇന്നെങ്കിലും തീരുമാനം ഉണ്ടോ എന്ന് പ്രതീക്ഷിക്കുന്നു. ചേച്ചി, എന്താ ആര് വേണം നമ്മുടെ മുഖ്യമന്ത്രിയായിട്ട്? അങ്ങനെ പറയുന്നതിൽ എന്തെങ്കിലും ഒരു അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവർക്ക് ഒരുപാട് ഇന്റേണൽ പാരാമീറ്റേഴ്സ് ഉണ്ടാവും. നമ്മുടെ അടുത്ത് പറയുന്നത് കാര്യങ്ങളായിരിക്കത്തില്ല അവരുടെ അകത്തുള്ള. അതുകൊണ്ടാണല്ലോ ഹൈക്കമാൻഡിന് പോലും തീരുമാനം എടുക്കാൻ പറ്റാത്തത്. പിന്നെ നമ്മളെങ്ങനെ പറയാം? വി ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. ആര് വന്നാലും നമുക്ക് പ്രയോജനമുള്ള ഒരു നല്ലൊരു സർക്കാർ തരണം. പലതരത്തിലുള്ള പ്രതികരണങ്ങളാണ് വരുന്നത്. ചേട്ടാ, നമുക്ക് ആര് വേണം മുഖ്യമന്ത്രിയായിട്ട്? VD സതീശൻ വന്നാൽ കൊള്ളാമെന്നുള്ളതാണ്. അതിന് നല്ലൊരു വ്യക്തിയാണ്. അത് നമുക്ക് കേരളത്തിൻ്റെ ഏറ്റവും നല്ല പ്രതികരണം VD സതീശനാണ് പറയുന്നത്. എന്തായാലും അത് തന്നെയാണ്. നിരവധി ആളുകളുണ്ടായിരുന്നു. കൂടുതലും സതീശൻ അനുകൂലികളാണ്. ഇവിടെ ഉയർന്നു വന്ന പേര് VD സതീശൻ എന്ന പേരാണ്. കൊല്ലം ബീച്ച് പരിസരത്ത് നിന്ന ആളുകളൊക്കെ തന്നെ. എന്തായാലും അവരിൽ പൊതുവിൽ പറയുന്ന ഒരു ആഗ്രഹം എന്ന് പറയുന്നത് VD സതീശൻ മുഖ്യമന്ത്രിയാവണം. മറ്റൊരു കൂട്ടർ പറയുന്ന കാര്യം എത്രയും പെട്ടെന്ന് ഈ തീരുമാനം പ്രഖ്യാപനം വേണം. ഇതിങ്ങനെ നീണ്ടുപോവുകയാണ്. അത് ഈ വിജയത്തിന്റെ തിളക്കത്തെ ഉൾപ്പെടെ ബാധിക്കുമെന്നാണ് പൊതുവിൽ കൊല്ലത്തെ ആളുകൾ പറയുന്നത്. ഇത്തവണ കൊല്ലത്ത് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. UDF കോൺഗ്രസ് ഒക്കെ തന്നെ കൊല്ലം മണ്ഡലം 2001 ശേഷം തിരിച്ചു പിടിച്ച ഒരു വർഷം കൂടിയാണ്. അപ്പോൾ വലിയ തിളക്കത്തിൽ നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇങ്ങനെ ആര് മുഖ്യമന്ത്രിയാവും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളും വിവാദങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ കൊല്ലംകാരുടെ മനസ്സിതാണ്. കൊല്ലംകാർ VDSനൊപ്പമാണ്. ശരി, AV ജയശങ്കർ വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. നാട്ടിൽ മുഴുവൻ, ജയശങ്കർ പറഞ്ഞതുപോലെ നാട്ടിൽ മുഴുവൻ ചർച്ചയാണ്. ആ ഒരൊറ്റ ചോദ്യം മാത്രമാണ് ഇപ്പോൾ കേരളത്തിന് മുമ്പിലേക്കുള്ളത്. ആരാണ് ഇനി കേരളത്തെ നയിക്കാൻ പോകുന്നത്, ആരാണ് അടുത്ത മുഖ്യമന്ത്രി എന്നുള്ള ചോദ്യത്തിന് വൈകാതെ ഉത്തരമാകാൻ പോകുന്നു. കൃത്യം പറഞ്ഞ ഒരു 6 മണിക്കൂറിൽ താഴെ സമയം മാത്രമാണ് ആ ഉത്തരം നമുക്ക് കിട്ടാൻ ഇനി ബാക്കിയുള്ളത്. ഒരുപക്ഷെ അതിനു മുമ്പ് തന്നെ ആ തീരുമാനം പുറത്തറിയാനുള്ള സാധ്യതയും ഒക്കെ ഉണ്ട്.